ഹലോ ഗൈസ്, വെൽക്കം ടു ടെയിൽസ് ഓഫ് ശ്രീ. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ടയർ പാർക്ക് ഉബാൻ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം ഞാനും കൃഷ്ണപ്രിയ ചേച്ചിയും ഉണ്ട്. ഹലോ. അപ്പോൾ ഞങ്ങൾ കണ്ടതാണ് ഇത്. അപ്പോൾ ചേച്ചി ഇതെന്താ? എൻ്റെ അറിവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോയ്ച്ച് മ്യൂസിയം സണ്ണായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര ദൂരത്തിൽ നെപ്റ്റ്യൂൺ കാണും, അങ്ങനെ നമ്മൾ ഇനി മുന്നോട്ട് നടക്കുമ്പോൾ ബാക്കിയുള്ള പ്ലാനറ്റ്സ് എവിടെയൊക്കെ കാണും, യുറാനസ്, സാറ്റേൺ, ജൂപ്പിറ്റർ, അങ്ങനെ എവിടെ കാണും എന്നുള്ളത് ഇവിടെ നിന്ന് ഡോയ്ച്ച് മ്യൂസിയത്തിലേക്ക് നടക്കുന്ന വഴിയിൽ കാണാൻ പറ്റും. യെസ്, ഞാൻ നിങ്ങളെ നന്നായിട്ടത് കാണിക്കാം കേട്ടോ. സോ ഇതാണ് മ്യൂണിക് സൂ. സോ ഇവിടെ നിന്നാണ് ആക്ച്വലി ഞങ്ങൾ വാക്ക് ചെയ്യാൻ തുടങ്ങിയത്. സോ ആദ്യം ഞങ്ങൾ കണ്ടത് പ്ലൂട്ടോയുടെ പില്ലറായിരുന്നു. സോ ഇതാണ് പ്ലൂട്ടോയുടെ പില്ലർ. സോ ഇത് ആക്ച്വലി എൻഡ് ഓഫ് ദ പ്ലാനറ്റ് ബെഗ് ആണ്. സോ ഇത് നെപ്റ്റ്യൂണിൻ്റെ പില്ലറാണ്. അപ്പം നമ്മൾ നെപ്റ്റ്യൂണിൻ്റെ പില്ലർ കണ്ടു. ഇനി അടുത്തത് യുറാനസിൻ്റെ പില്ലർ ആണ് കാണാൻ പോകുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ നമ്മളിപ്പോൾ കണ്ടത് നെപ്റ്റ്യൂണിൻ്റെ പില്ലറായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യുറാനസിൻ്റെ പില്ലറാണ്. സോ അവിടെ വെച്ചിട്ട് ഇനി ഞാൻ വീഡിയോ എടുക്കാം. സോ ഇത് ഇസാറിൻ്റെ തീരമാണ്. അപ്പോൾ സമ്മറിൽ ഇവിടെ ഭയങ്കര പാർട്ടിങ്ങും പിന്നെ ഗ്രില്ലിങ്ങും ഒക്കെയാണ്. സോ സമ്മറിൽ ഇവിടെ മൊത്തം ക്രൗഡഡ് ആയിരിക്കും, സ്വിം ചെയ്യാൻ ആൾക്കാർ വരും. സോ അങ്ങനെ നിങ്ങൾക്ക് കാണാം എന്നെനിക്ക് തോന്നുന്നു. കുറേ ആൾക്കാർ പാർട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുമ്പം ഇവിടെ ഒരു പാലമുണ്ട്. സോ അതിൻ്റെ താഴെയായിട്ട് കുറേ ഗ്രാഫിറ്റി പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഇസാറിൻ്റെ. കുറേ പേര് ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, സൈക്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ യുറാനസിൻ്റെ പില്ലറിൻ്റെ അവിടെ എത്തി. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്, കാണിക്കാട്ടോ. സോ ഇതാണ് യുറാനസിൻ്റെ പില്ലർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടിയർ പാർക്കിൽ നിന്നാണ്. ടിയർ പാർക്കിലാണ് പ്ലൂട്ടോയിൻ്റെ പില്ലർ ഉള്ളത്. അതിനുശേഷം നമ്മൾ ഈ റൂട്ടിലൂടെ നടന്നു വരുമ്പോൾ നേരത്തെ നെപ്റ്റ്യൂൺ കണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യുറാനസിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റേൺ ആണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് റോസ് ഗാർഡൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കുറേ റോസസ് ഉണ്ട്. സോ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. കുറേ ചെടികളുണ്ട്, പല കളറിലുള്ള റോസസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഏത് റോസ് ആണെന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും. വേണ്ട. പിന്നെ ഇത് ബോർഡൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു റോസുകൾ ഒക്കെ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന കേട്ടോ. ഇത് വേറൊരു റോസ്. ഇതൊരു കുഞ്ഞി റോസാപ്പൂവാണ്. സോ നിങ്ങൾ ലാവൻഡർ ചെടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലാവൻഡർ ചെടി കണ്ടിട്ടുണ്ടോ? ലാവൻഡർ ചെടി
കുറേ പൂക്കളുണ്ട് കേട്ടോ. റോസ് തന്നെ പല പല ടൈപ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ടിയർ പാർക്കിൽ നിന്ന് ഉബാൻ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഡോഷ് മ്യൂസിയം ഇസാർ ടൂറിലൂടെ നടക്കുന്ന റൂട്ടിൽ ഒരു സൈഡിലായിട്ടുള്ളൊരു റോസ് ഗാർഡനാണ്. ഇത് ഫ്രീ എൻട്രി ആണ് കേട്ടോ. ഇത് സ്വീറ്റ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോസാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ റോസ് ഗാർഡനിൽ ഇറങ്ങി. ഇനിയുള്ളത് സാറ്റേൺ ആണ്. സാറ്റേണിൻ്റെ പില്ലറും തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് ഇസാറിൻ്റെ തീരമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടീസ് നടക്കുവാണ്, സൈക്ലിംഗ് നടക്കുന്നുണ്ട്, കുറേ പേര് ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സാറ്റേണിൻ്റെ പില്ലർ എത്തി. സോ ഇതാണ് സാറ്റേണിൻ്റെ പില്ലർ. അപ്പം നമ്മൾ ഇവിടെ ഇസാർ ടൂറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്ഥലത്തെത്തി. നമ്മൾ സാറ്റേൺ കണ്ടു. ഇനി ഏത് പ്ലാനറ്റിനെയാണ് കാണാൻ പോകുന്നത്? നമ്മൾ ജൂപ്പിറ്ററിനെയാണ് ഇനി കാണാൻ പോകുന്നത്. ജൂപ്പിറ്ററിൻ്റെ പില്ലറ് പക്ഷേ ഇതുവരെ കണ്ടില്ല. നമുക്ക് നോക്കാം ഇനി കാണാൻ പറ്റുമെന്ന്. സോ അത് ആക്ച്വലി ചെസ് ബോർഡാണ്. അവർ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ജൂപ്പിറ്റർ എത്തിയിട്ടോ. അവിടെ രണ്ട് ചേട്ടന്മാരിങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജൂപ്പിറ്റർ എത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് മാർസ്, എർത്ത്, വീനസ്, മെർക്കുറി. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പ്ലാനറ്റ് പില്ലറിൻ്റെ അടുത്ത് എത്താറായി. നമ്മളിപ്പം മാർസിൻ്റെ അവിടെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഉള്ളത് എർത്ത്, വീനസ്, മെർക്കുറി കൂടിയാണ്. ഇവിടെ നിന്ന് സണ്ണിലേക്ക് 228 മില്യൺ കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഇതിൽ 220 മീറ്ററും കൂടിയായിരിക്കും ഇവിടെ നിന്ന് നമ്മളുടെ ഡച്ച് മ്യൂസിയത്തിലേക്ക്. നമ്മളിപ്പോൾ എർത്തിലെത്തി. പക്ഷെ മാർസ് കഴിഞ്ഞ് പെട്ടെന്ന് എർത്തിലെത്തിയിട്ടോ. സോ ഇതാണ് നമ്മളെ എർത്ത്. ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ ഹോം പ്ലാനറ്റ്. ഇവിടെ നമ്മുടെ മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ നിന്ന് സണ്ണിലേക്ക് 150 മില്യൺ കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ തന്നെ ഒരു റെവല്യൂഷന് എടുക്കുന്ന ടൈം 365.25 ദിവസങ്ങളാണ്. അങ്ങനെ തന്നെ അതിൻ്റെ റൊട്ടേഷൻ എടുക്കുന്ന സമയം 23 മണിക്കൂറും 56 മിനിറ്റും കൂടിയാണ് എഴുതിയിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് വേറൊരു ഇതായിട്ട് എഴുതിയിട്ടുള്ളത്. സോ നമ്മൾ എർത്തിൻ്റെ പില്ലർ കഴിഞ്ഞിട്ട് തൊട്ടടുത്താണ് ഡോഷ് മ്യൂസിയം. ഇതാണ് അടുത്ത് വേറെ പില്ലറും ഉണ്ട്. മെർക്കുറിയും വീനസിൻ്റെയും പില്ലറുണ്ട്. നമുക്ക് കാണാൻ പോവാം. ഓക്കെ. എന്നിട്ട് സണ്ണിൻ്റെ പില്ലർ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ.
സോ നമ്മൾ നെക്സ്റ്റ് പില്ലർ എത്തി. ഈ പില്ലർ വീനസിൻ്റെ പില്ലറാണ്. സോ ഇതാണ് ഡോഷ് മ്യൂസിയം. ഇത് ലാർജസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയമാണ്. നമ്മൾ നെക്സ്റ്റ് പ്ലാനറ്റ് പില്ലർ എത്തി. ഇതാണ് മെർക്കുറി. സോ ഇവിടെ എന്തോ ഉണ്ട്, പ്ലാനറ്റ് വെഗ്. അപ്പം നമ്മൾ ഇത്രയും നേരം നടന്നത് പ്ലാനറ്റ് വെഗിലാണ്. അതിലാണ് നമ്മൾ ഫോളോ ചെയ്തത് ഈ റൂട്ട്. ഇവിടെ നിന്ന് 58 മില്യൺ കിലോമീറ്ററേ ഉള്ളൂ സണ്ണിലേക്ക്. അതായത് നമുക്ക് സണ്ണിൻ്റെ പില്ലർ എവിടെയെങ്കിലും ഇവിടെ അടുത്ത് തന്നെ കാണും. നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഗൈസ്, ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ്. ഞങ്ങൾ സണ്ണിനെ കണ്ടുപിടിച്ചു. എവിടെയായിരുന്നു എന്നറിയാം സണ്ണിൻ്റെ പില്ലർ? ഡോഷ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെയായിരുന്നു സണ്ണിൻ്റെ പില്ലർ. ഞാൻ നിങ്ങളെ സണ്ണിൻ്റെ പില്ലർ കാണിക്കാം കേട്ടോ. അപ്പം ഇതാണ് സൺ. സോ ഇവിടെ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ആൻഡ് ഓൾസോ ലൈക്ക് താഴെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാനറ്റ് വാക്ക്. ഇത് ഡോഷ് മ്യൂസിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് എൻഡ്സ് അറ്റ് മ്യൂണിക് സൂ. ഇത് ആക്ച്വലി 4.6 കിലോമീറ്റർ ലോങ് ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത്രയും കിലോമീറ്റർ നടന്നു. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മില്യൺ കിലോമീറ്റേഴ്സ് ഇൻ ഔട്ടർ സ്പേസ് എന്നാണ് ഇവർ പറയുന്നത്. So to travel from the sun in the Munich courtyard to Pluto at the zoo. So sun ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നത് പ്ലൂട്ടോ അറ്റ് ദ സൂ ആണ്. പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് ഓപ്പോസിറ്റ് റൂട്ടാണ് ഫോളോ ചെയ്തത്. സോ ഞങ്ങളിപ്പം 5900 സ്റ്റെപ്സ് എടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ബ്രൈറ്റ് സണ്ണിലേക്കുള്ള ദൂരം ഇവിടെ നിന്ന് നമ്മൾ 4 കോടി സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ പ്ലൂട്ടോയിലേക്കുള്ള സ്റ്റെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 5900 സ്റ്റെപ്സാണ്. അപ്പം അത്രയും ദൂരത്തിലുള്ളതാണ്, അത്രയും വലുതാണ് സ്പേസ് എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്ലാനറ്റ് വെഗ് എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇത് അസ്ട്രോണമിക്കൽ ക്ലോക്ക് ആണ് കേട്ടോ. സോ ഞങ്ങൾ പ്ലാനറ്റ് വെഗ് ഇവിടെ കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ ഡോഷ് മ്യൂസിയം വരും. നിങ്ങൾക്കറിയാം ഡോഷ് മ്യൂസിയം വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ആണ്. സോ അത് കാണണ്ടേ നിങ്ങൾക്ക്? സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഞങ്ങൾ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഡോഷ് മ്യൂസിയം വരും. ഓക്കെ, ബൈ.